റിട്ടയർമെൻറ്റ് എന്നത് വളരെ വേദന നിറഞ്ഞ ഒന്നാണെന്ന് സത്യത്തിൽ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് വിപിനേട്ടൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയായിരുന്നു. അച്ഛൻ പുതുക്കോടുള്ള GMLP സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ പ്യൂണായിട്ടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ വളരെ വലിയൊരു സ്വീകരണമൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ, അതായത് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവർ നല്ലൊരു ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെന്ന വഴിക്ക് നമുക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിൻ്റെ മക്കളെന്ന് വെച്ച ഒരു വിലയും നല്ലൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ ഒരു ഫീലാട്ടോ കിട്ടിയത്. ഒരുപക്ഷെ അച്ഛൻ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത്. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും അച്ഛനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ തോന്നിയത്. അച്ഛൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. വേറെ കുറേ ടീച്ചേഴ്സിനും ഇതുപോലെ സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിപിനേട്ടൻ്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. ആ മൊമെൻറ്റോൻ്റെ ബാക്കിലായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അച്ഛനെ അവിടുന്ന് ടീച്ചേഴ്സ് കൊണ്ടുവിടുക ചെയ്തത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ അവർക്ക് ചായയും അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ചെറിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് ഇത്ര നല്ലൊരു പാർട്ടി കൊടുത്ത സ്ഥിതിക്ക് നമ്മളും അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം യാത്ര പറച്ചിലായിരുന്നു. ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് തോന്നിയത്. ഇനിയിപ്പോൾ അച്ഛന് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, അതൊക്കെ ആലോചിച്ചപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.